നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ലോക ജനതയ്ക്ക് ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നാടുവാഴി സിനിമയിൽ മോഹൻലാൽ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പപ്പൻ്റെ മുഖത്തടിച്ച് പരുക്ക് പറ്റി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുത്തതുപോലെ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ആരും സംസാരിക്കാത്തതാണ് ആ കാര്യങ്ങൾ. എല്ലാവർക്കും അവരുടെ കാര്യമാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തെ കൂടി എനിക്ക് കണക്കിലെടുക്കണം. സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ എൻ്റെ സമുദായത്തെ കൂടി ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം, തെറ്റിദ്ധരിക്കുകയോ പിണങ്ങുകയോ ചെയ്യരുത്. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ പറയില്ലെങ്കിൽ പാവം സമുദായം അകന്നകന്ന് പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ കാഞ്ഞൂർ ഭാഗത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. കാഞ്ഞൂർ നിങ്ങൾക്കല്ല, ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇരിക്കുന്ന റൺവേ ഇരിക്കുന്നത് കാഞ്ഞൂർ പഞ്ചായത്തിലാണ്. അവിടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അപ്പോൾ അവിടുത്തെ പള്ളി വികാരി ഒക്കെ ആയിട്ട് സംസാരിച്ച് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് അറിയുമോ, ഇല്ല ഞങ്ങൾ ഇത്ര മത്സരത്തില്ല എന്ന് പറഞ്ഞാണ് പോകുന്നു. അപ്പോൾ ഈ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി, വനിതാ വാർഡാണ്, രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമായി. രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി രണ്ട് മുന്നണി തീരുമാനിച്ച് കഴിയുമ്പോഴുള്ളൂ. അവസാനം സ്വതന്ത്രനായിട്ട് പള്ളിയുടെ ആൾ നിർത്തി. എന്ന് വെച്ചാൽ 60% മുസ്ലിങ്ങൾ, 40% ക്രിസ്ത്യൻസാണ്. അപ്പോൾ 60% രണ്ടായി പിളർന്നു, രണ്ടായി തിരിക്കും. അപ്പോൾ 30-30, അപ്പോൾ 40% അവിടെ ജയിക്കും. അങ്ങനെ ആ 40% ജയിച്ചു. അതൊക്കെ തന്ത്രമാണ്. ഞാൻ തന്ത്രത്തെ കുറ്റം പറഞ്ഞില്ല. ഈ പാവപ്പെട്ട സമുദായത്തെ എടുത്ത് നിങ്ങൾ ആ തന്ത്രം ഉപയോഗിക്കരുത്. കാരണം ഞാൻ അന്ന് പറയാണ്, ഈ സമുദായം ഒരിക്കലും ഭൗതിക നേട്ടത്തിന് വേണ്ടി അവർ കഴിവ് ഉപയോഗിക്കില്ല, അവർ ആത്മീയ നേട്ടത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവർ പല സന്ദർഭങ്ങളിൽ തോറ്റുപോകുന്നു. വേറെ ഉദാഹരണം പറയാം. കോൺഗ്രസ്സൊക്കെ ശ്രദ്ധിക്കാൻ, ഈ രാഹുലും മറ്റുമൊക്കെ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ TH മുസ്തഫയുടെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി കിട്ടാൻ വേണ്ടി ലിസ്റ്റെല്ലാം കൊടുത്ത് നാളെ പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ രാത്രി പെരുമ്പോര് ബോയ്സ് ഹൈസ്കൂളിൽ കുത്തി തുറന്ന് ഡേറ്റും ബർത്ത് എടുത്തിട്ട്, അന്ന് ഫാക്സ് ഉള്ളൂ, മറ്റേ ഇന്നത്തെ പോലെ ഇമെയിലൊന്നുമില്ല, ഫാക്സിൽ സോണിയാഗാന്ധിക്ക് അയച്ചു. എന്താണ് അയച്ചറിയോ? ഈ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ അത് 40 വയസ്സ് കഴിയുന്നു. വളരെ പരമാർത്ഥ സത്യമാണ് പറയുന്നത്. അങ്ങനെ അയാൾ കിട്ടാതെ വന്നു. അതേ സ്ഥാനത്ത് മുസ്തഫയുടെ മകൻ, ഈ മകൻ അവിടെ മുനിസിപ്പൽ ചെയർമാനായി. ആ മകൻ മുനിസിപ്പൽ ചെയർമാനായപ്പോൾ അര ടൈം വേറെ ആൾ വെച്ചു. അവിടെ MLA ഒരു പയ്യനുണ്ട്, അത് പരിയില്ലാത്തതാണ്. പിന്നെ തങ്കച്ചനും നോബിനും മറ്റേ യോഗ്യത മാത്രമേ ഉള്ളൂ. അത് വെണ്ണേഴ്സിപ്പെട്ട് തീർക്കുക. അയാൾക്ക് 5 വർഷം തുറച്ച കുഴപ്പമുണ്ടായില്ല. ആയിരം ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, എന്താണെന്നറിയോ, സങ്കടമുണ്ട് പറഞ്ഞില്ല, എൻ്റെ സമുദായം നശിച്ചു അല്ലെങ്കിൽ നാണക്കെട്ട് പോവും. അതുകൊണ്ടാണ് ഞാനിത് മുന്നറിയിപ്പായിട്ട് പറഞ്ഞത്. നമ്മുടെ തോപ്പുപടി പട്ടേൽ തിയേറ്റർ ഉണ്ട്, കേരളത്തിൽ ആദ്യത്തെ തിയേറ്ററാണ്. അതൊരു മുസ്ലിമിൻ്റെ ആയിരുന്നു. അതേ അല്പം വീക്ക്നെസ് ഉണ്ട്, കാരണം ഈ ചീട്ടുകളി അതിനൊക്കെ ഉണ്ട് വിളി. ആ ചീട്ട് കളിക്കാൻ പോകുമ്പോൾ ചോദിക്കുമ്പോൾ നക്കാപ്പിച്ച കൊടുത്ത് കുറേ എമൗണ്ട് ആയിപ്പോഴല്ലോ അത് പിടിവിലക്ക് തിരിച്ചെടുത്തത്. കവിതാ തിയേറ്റർ ഒരു 5 ലക്ഷം രൂപ ആദ്യമായിട്ട് പുള്ളിയുടെ ഫ്രണ്ടിലെ ആ ബിൽഡിങ് ഇപ്പോഴും കിടപ്പേണ്ടത്, അത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ നടത്തിക്കൊണ്ടതാണ്. 5 ലക്ഷം കൊടുത്തത്, അതിൻ്റെ പേരിൽ വളർത്തി വെച്ചാൽ അതാണ് പുള്ളി കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ കച്ചേരിപ്പടി 2 ലോഡ്ജുകൾ രണ്ടും കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ആ പട്ടേൽ തിയേറ്ററിന് വേണ്ടി അദ്ദേഹം ആ ബുദ്ധി ഉപയോഗിച്ച് തട്ടിപ്പടുത്തിപ്പോൾ പറയാൻ പാടില്ലേ, എൻ്റെ പൊന്ന് സേട്ടു നിങ്ങൾക്ക് ചെയ്യില്ലേ. ആദ്യമേ തന്നെ നിയന്ത്രിച്ചു അത് പുള്ളി പോകില്ലായത്. നിയന്ത്രിച്ചില്ല. ഈ മീൻ പിടിക്കുമ്പോൾ നമ്മൾ പൊങ്ങ് വിട്ടുകൊടുക്കും പോലെ, ചൂണ്ടയിടുമ്പോൾ അയച്ചു കൊടുത്ത് ഒരു നിശ്ചിത എമൗണ്ട് ആയിപ്പോഴല്ലോ, ഇനി രക്ഷയില്ല, ഒന്ന് ഒപ്പിട്ടേക്കാൻ മതി. ഒപ്പിട്ട് വാങ്ങിച്ച് ചീട്ട് കളിക്കാനും കൊടുത്തു, എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കുക, അത് വാങ്ങിച്ചെടുത്തില്ലേ. ഞാൻ പറഞ്ഞ് ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തതാണ് പറ്റിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചെയ്യുന്നു.
പക്ഷേ അത് ഒരു ന്യായീകരണം വേണം. ഇപ്പോൾ പറയാൻ കാരണം ഞങ്ങൾ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അത് വലിയ പ്രതീക്ഷയോടും വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് കേവലം മൊയ്തീൻ ഒരാൾ മാത്രമല്ല, അതിന് പുറകിൽ പലരുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട മുസ്ലിം സമുദായത്തിന് ഞങ്ങൾ സമ്മതിച്ചു, വേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞ് വീണ്ടും പറയണേ, ഈ രമേശ് ചെന്നിത്തലയൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായർ വിഭാഗത്തിൽ UDF കിട്ടുന്നത്. കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ഈഴ വിഭാഗത്തിൽ കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ അതിന് 4-5 വോട്ടാണ് ക്രിസ്ത്യൻ സമുദായം കിട്ടുന്നത്. ദളിത് സമുദായത്തിൽ അതിൻ്റെ 1 വോട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോ, ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ 40% വരുന്ന മുസ്ലിം സമുദായത്തിന് 50 സീറ്റ് കൊടുക്കണം അസംബ്ലിയിലേക്ക്. അത് ഒരു കോൺഗ്രസ് മുസ്ലിം നേതാവും പറയില്ല, ഒരു കോൺഗ്രസ് ക്രിസ്ത്യൻ നേതാവും പറയില്ല. അവരൊരു കാര്യം മാത്രം അവർ നോക്കുള്ളൂ, അവർക്കത് താല്പര്യമുള്ളൂ. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് സമുദായത്തിൽ കൂടിയാണ്. സമൂഹത്തിന് വേണ്ടി നോക്കുന്നു, അക്കൂട്ടത്തിൽ സമുദായത്തിൽ കൊണ്ട് നോക്കുക. ഇത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, അതുപോലെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അതുപോലെയാണ്, 2 കറക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് UDF അധികാരത്തിൽ എത്തണം, മറിച്ച് LDF നിലനിർത്തണം, BJP അകറ്റി നിർത്തണം. അത് വലിയൊരു മാസ്റ്റർ പ്ലാനും വലിയൊരു പ്രൊജക്റ്റാണ്, നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞങ്ങളൊരു പഞ്ചായത്ത് മെമ്പറിലാകുന്നില്ല. അപ്പോൾ ഈ 50 സീറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 65 സീറ്റിൽ 65 സീറ്റും കോൺഗ്രസ്സാണ് മത്സരിച്ചത്. അതിലാകെ 6 സീറ്റ് മറ്റേ കോൺഗ്രസ്സിലുള്ളൂ. അതിലാകെ 2 മുസ്ലിം ഉണ്ടായത്. ആ ഒരു മുസ്ലിം പാലക്കാട്ടുകാരൻ പുള്ളി പോയി. ഞാൻ ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ, ബാക്കി 2 ക്രിസ്ത്യൻസ് തന്നെ അതിലുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോൾ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളം മുതൽ തെക്കോട്ട് ഒരു ജില്ലയിൽ ഒരു സീറ്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. കിട്ടിയാൽ മാക്സിമം ഒരു ജില്ലയിൽ എറണാകുളം പിന്നെ നമുക്ക് ഒഴിവാക്കാത്തതാണ്, കാരണം കളമശ്ശേരി ആലുകളുണ്ട്. അതെ, ബാക്കി ആലപ്പുഴ പോലും വളർന്നു പോയ ഒരു ജില്ലയിൽ നിന്ന് 1 സീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ആലപ്പുഴ 7 ജില്ലയിൽ 7 സീറ്റ് കിട്ടും നിൽക്കുക. ബാക്കി 43 സീറ്റും ഇവിടെ കൊടുക്കും. തൃശ്ശൂർ മുതൽ വടക്കോട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കൽ ഒന്നാണ് നിലമ്പൂർ. ആ നിലമ്പൂർ അൻവറിൻ്റെ തട്ടിപ്പും വഞ്ചനയും അത് കൊടുത്തില്ല. പിന്നെ എവിടെ കൊടുക്കും? പിന്നെ മനസ്സിലാക്കുന്നല്ലോ, നമ്മൾ AK ആന്റണിയുടെ മകൻ പിന്നെ വന്നില്ല രാഷ്ട്രീയത്തിൽ. ഇന്നത്തെ ഇപ്പോൾ ചിത്രയിൽ ഇവിടെ ചിത്രത്തിൽ നിൽക്കുന്ന അയ്യരുടെ ഭർത്താവ് നമ്മുടെ കാർത്തികേയൻ്റെ മകന് ചാൻസ് പോലെ 2ാമത് ചാൻസ് ഇതിന് ഒരൊറ്റ ആൾ മാത്രമേ ഒന്നുള്ളൂ. ജയിപ്പിച്ചെടുത്തു, ആദ്യം ജയിപ്പിച്ചു, പിന്നെ 2ാമത് ഒറ്റയ്ക്കലും. ഉമ്മൻചാണ്ടി മകൻ 2ാമത് പേരൊന്നുമില്ല. അങ്ങനെ ഓരോ നേതാവിൻ്റെയും. പക്ഷെ ഷാനവാസിൻ്റെ പാരമ്പര്യം വന്നപ്പോൾ അവിടെ പകരമില്ല. അത് അവസാനം സോണിയാഗാന്ധി രാജീവ് ഗാന്ധി കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ ഇപ്പം നിലമ്പൂരിലെ അന്നത്തെ മരിച്ച ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകന് വന്ന സമയത്ത് അവിടെ ചർച്ചയായി, ചിന്തയായി, ഗ്രൂപ്പായി. അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. 2ാമത് പ്രാവശ്യം പുള്ളി കൊടുത്തുമില്ല, പ്രകാശ് കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും മുസ്ലിം സമുദായത്തിൽ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്ന് കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ BJPക്കാർ നിങ്ങൾ ചിന്തിക്കരുത്. മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ലീഗും തങ്ങളും എല്ലാ ലീഗ് സമുദായത്തെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നു. അവർക്കും അതിൽ കുറേ ആളുണ്ട്, കുറേ ശക്തി ഉണ്ടാകും. ശരിയാണ്, കുറച്ച് പണമുണ്ട്, ഗൾഫ് പണമൊക്കെ ഉണ്ട്, ശരിയായിട്ട്. പക്ഷെ അവരെ അല്ല സമുദായം നിയന്ത്രിക്കുന്നത്. കാരണം അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നുള്ളൂ. ലീഗിന് എന്ത് കിട്ടുന്നു മാത്രം അവർ നോക്കുള്ളൂ, സമുദായം നോക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് സമുദായത്തെ മാത്രമല്ല, പിന്നോക്കം നോക്കണം, ദളിത് നോക്കണം. ഇവർക്കെല്ലാം സീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിക്കണ്ടോ? ദളിതിന് റിസർവേഷൻ ഉള്ളതുകൊണ്ട് 12% റിസർവേഷൻ ഉള്ളതുകൊണ്ട് 14 228 10-18 സീറ്റ് പോകും. അത് ഓട്ടോമാറ്റിക് കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് റിസർവേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു ദളിത് അസംബ്ലി കാണോ, പാർലമെൻറ്റ് കാണോ? ഞാൻ നിങ്ങൾ ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ബേസിക്കലി അധ്യാപകൻ എല്ലാ ഉദാഹരണം എന്താ പറയണം. KR നാരായണൻ്റെ ഒരു 5-6 വർഷം മുമ്പ് 100ാം ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചു. അദ്ദേഹം വിശ്വപൗരനാണ്. ഇസഡാർ ബൂട്ടെ പോലെ വിശ്വപൗരനാണ്.
ആ വിശ്വപൗരനായ കെ ആർ നാരായണൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് നിന്നിട്ട് കൂടി ഒറ്റപ്പാലം റിസർവേഷൻ സീറ്റിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാനേ കോൺഗ്രസ് സാധിച്ചുള്ളൂ. അപ്പം വിശ്വപൗരനായ കെ ആർ നാരായണന് ഒറ്റപ്പാലം റിസർവേഷൻ സീറ്റിൽ നിന്ന് മാത്രമേ ജയിപ്പിക്കാൻ പറ്റുള്ളത് കോൺഗ്രസ് നിന്നിട്ടുകൂടി. എങ്കിൽ അതിനൊക്കെ വലിയൊരു നേതാവില്ലല്ലോ, ഇന്ത്യയിൽ ഉണ്ടായില്ലല്ലോ. അംബേദ്കർ മാറ്റി വെത്ത്, അംബേദ്കർ കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അസംബ്ലി കാണോ പാർലമെൻറ്റ് കാണോ? ഇപ്പം എങ്ങനെയാണ് 120 MP പാർലമെൻറ്റിൽ പറഞ്ഞത്, രാജ്യസഭയിൽ വരുന്നത്? ആ റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ്. ആ റിസർവേഷൻ ഇല്ലെങ്കിൽ ഒറ്റ ദളിത് പോലും പാർലമെൻറ്റ് കാണില്ല, അസംബ്ലി കാണില്ല. അപ്പോൾ അവർ മാറ്റരുത്. ബാക്കി മുസ്ലിം സമുദായത്തിന് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സീറ്റ് കിട്ടുന്നുണ്ടോ, ലീഗ് ശ്രദ്ധിക്കണ്ടോ? പിന്നോക്ക സമുദായങ്ങൾ, ഈഴ് വിഭാഗങ്ങൾക്ക് സീറ്റ് കിട്ടുന്നോ? ഇല്ല, അവരതൊന്നും ചിന്തിക്കുന്നില്ല. അവർ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മൊത്തത്തിലും സംരക്ഷിക്കാതെ പറയുകയും അവർ ലീഗിന് താല്പര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ആ ലീഗിന് താല്പര്യം തന്നെ അതിൽ ഗ്രൂപ്പ് നോക്കും. അതിനുള്ള മുനീറിനെ ഒഴിവാക്കിയേക്കാന്ന്, പിന്നെ മുനീർ എടുത്തേക്ക്. അതൊരു ചരിത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് സ്ഥലത്ത് അല്ലെങ്കിൽ കുതികാൽ വെട്ടി മാറ്റി നിർത്തി അവസരം ചിത്രത്തിൽ ഔട്ടാവും. ഇങ്ങനെയൊക്കെ നോക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സെ, നിങ്ങളുടെ ആ ഇത്രയും കാലം നിങ്ങൾ പലതും ചെയ്തു. 20% വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ കോൺഗ്രസ്, മറ്റു പാർട്ടി വിട്ടുകളയാ, കോൺഗ്രസ് മാന്യമായ അംഗീകാരം കൊടുത്തിട്ടില്ല. ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ കോൺഗ്രസ് തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായം വോട്ട് ചെയ്യുള്ളൂ. അല്ല കോൺഗ്രസ് ഞാൻ പൂർത്തി പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. കോൺഗ്രസിൻ്റെ ഓരോ പരിക്കും അല്ലെങ്കിൽ പോരായ്മ ചൂണ്ടിക്കാണിച്ചിട്ട് ശേഷം പറയും ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കോൺഗ്രസ്സാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാക്കന്മാർ വോട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചെയ്തുണ്ടോ? പിന്നെ എവിടെയാണ് ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയായിട്ട് ഗുജറാത്ത് 2 സീറ്റ് നടത്തേണ്ട ഇലക്ഷൻ നടക്കേണ്ടത്, ഇടക്കാതിരപ്പ്. ആം ആദ്മി പാർട്ടി സഖ്യമില്ല. ഏതൊരുത്തൻ കണ്ടാത്തൊരു ഗുണ്ട ലുക്കുള്ള, ഒരു രാഷ്ട്രീയ ലുക്കൊന്നുമില്ല. ഒരു കാരണം വന്നിട്ട് ഞങ്ങൾ സഖ്യമില്ല, ഞങ്ങൾ മാത്രമുള്ളൂ, പ്രതിപക്ഷം മാത്രമുള്ളൂ. എവിടെയിടോ സഖ്യം ഉണ്ടാക്കാതെ? ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സഖ്യം ഉണ്ടാക്കാതെ ആരുടെ അതിന് ഉത്തരവാദി? ഇപ്പോൾ ഗുജറാത്ത് സഖ്യത്തിൽ ആരാണ് ഉദ്ദേശിച്ചത്? എന്നിട്ട് രാഹുലിനെ കൊണ്ട് മാത്രം ഇപ്പോൾ ഗുജറാത്തിൽ നിൽക്കുന്നു. ഇതാണ് യാതൊരു കഴിവില്ല ഈ കോൺഗ്രസ് നേതാക്കൾക്ക്. നശിച്ച കോൺഗ്രസ് നേതാക്കൾക്ക്, മണ്ടന്മാരെ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു പ്രാപ്തിയും കഴിവില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടുകൂട്ടേ. ഒരാൾ പുറത്തോ ഇപ്പം ഇന്നിപ്പോൾ അവൻ അന്തസ്സോടി പറയാണ് ആം ആദ്മിയായിട്ട് കൂട്ടില്ല. ആസാമിൽ 40% മുസ്ലിങ്ങൾ ആസാമിൽ ഒരു പാർട്ടി ഉണ്ടാക്കി. പാർട്ടി ഉണ്ടാക്കില്ല. മുസ്ലിം പോലെ ജാതി പാർട്ടി ഇല്ല, അയാൾ മുസ്ലിമായത് മാത്രമേ ഉള്ളൂ. അത് സഖ്യത കഴിഞ്ഞപ്പോഴും അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അത് പറ്റില്ല. 60% ഹിന്ദുക്കളെടുത്ത് ഞങ്ങൾ 40% കൂടെ പോയി വോട്ട് കിട്ടാതെ അവസരം മുസ്ലിം സമുദായത്തിൽ വോട്ട് 2 BJP ജയിച്ചോടെ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് സംഗതി. ഇങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾ എവിടെ കൊടുക്കും? ഈ 60 സീറ്റ് കേരളത്തിൽ, 50 സീറ്റ് ഈ സമുദായത്തിൽ നിന്ന് കൊടുക്കാതെ നിങ്ങളുടെ തന്ത്രവും അഭ്യാസവും അല്ലെങ്കിൽ കുതികാൽ വെട്ടും പിന്നെ അവസാനം വെടുക്കാക്കി തനിക്കാക്കാന്ന് നമ്പൂരി പറഞ്ഞ പോലെ അതൊന്നും വച്ച് നടക്കൂല. ഇനി കുഞ്ഞാക്ക അല്ല മൊയ്തീൻ ഷാ, തങ്ങളല്ല മൊയ്തീൻ ഷാ കഴിഞ്ഞ 67 വർഷം കൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യൻ രാഷ്ട്രീയവും ലോകചരിത്രവും അല്പസ്വല്പം മനഃശാസ്ത്രവും ഫിലോസഫിയൊക്കെ മനസ്സിലാക്കിയാളാ. അതല്ല ഞങ്ങളുടെ കൂടെ ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് എല്ലാം എന്നെക്കാളൊക്കെ വളരെ മിടുക്കരാണ്. അവർക്ക് നീതി മാത്രം ഒരു ലക്ഷ്യമുള്ളൂ, ജാതി അതൊന്നും ലക്ഷ്യമല്ല. വളരെ സമർത്ഥരായ ബുദ്ധിജീവികൾ. അതിൽ ഞങ്ങൾ ഇപ്പോൾ ഇയാളുടെ കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അൻവറിനെ കുറിച്ച് ഇങ്ങോട്ട് സംശയം പറഞ്ഞാൽ കേരളത്തിലെ ഒരേ ഒരു ഗ്രൂപ്പും നേതാവും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പാർട്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അൻവറിനെ ആത്മാർത്ഥ ചോദ്യം ചെയ്യണം. കാരണം അൻവർ ഇപ്പോഴും ജോയി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആര്യാട് മുഹമ്മദ് മകൻ ഷൗക്കത്ത് മുഹമ്മദിനെ ആക്കാൻ പുള്ളി ഇപ്പോഴും ഇന്നലെ വരെ സംസാരിച്ചും അനിൽകുമാർ സമ്മതിച്ചല്ല. അപ്പോൾ അവരൊക്കെ ഉദ്ദേശം മനസ്സിലായില്ലേ? അൻവരൊക്കെ ഉദ്ദേശം ഈ സമുദായ സ്നേഹം അല്ലെങ്കിൽ കോൺഗ്രസ് സ്നേഹമൊന്നുമില്ല. അയാൾക്ക് MLA ആണ്, കഴിയുമെങ്കിലും മന്ത്രിയാണ്, പണം മുടക്കി എങ്ങനെയോ കുറേ പണം ഉണ്ടാക്കി ആ പണം കൊടുത്ത് എല്ലാം വിലക്ക് വാങ്ങാന്നാ. നടക്കില്ല. അല്ലെങ്കിൽ ആര്യാട് ഇയാൾ LDF നിന്ന് പോന്നപ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഉടനെ തന്നെ UDF അംഗത്വം എടുക്കുക, അല്ലെങ്കിൽ UDF ചേർന്ന് കോൺഗ്രസിന് വിധേയമായിട്ട്
ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ദേശീയ പാർട്ടിയാണ്, ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന ഘടകമുണ്ട്. ആ ഘടകമായിട്ട് ഇയാൾ ആദ്യമേ തന്നെ ചേർന്ന് മുന്നോട്ട് പോകേണ്ടിരുന്നത്. ഇത് അയാൾ തന്നെ പ്ലാൻ ചെയ്യും എങ്ങനെ വേണം. എന്നിട്ട് കോൺഗ്രസ്സുകാരെ കൊണ്ടാക്കാണ്. മണ്ടന്മാരെ കോൺഗ്രസ് അതിൽ പെട്ടുപോയി, വീണുപോയി. കോൺഗ്രസ് എന്താ പറയേണ്ടിയിരുന്നത്? ഇയാൾ അവിടുന്ന് ഇല്ലത്തിറങ്ങി അമ്മാനത്തേക്ക് വരാണെങ്കിൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? ശരി, നിങ്ങൾ പരിപൂർണമായിട്ട് UDF വിധേയമായി UDF കൂടെ നിന്ന് UDF നേതാക്കളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കണം. അത് പറയാനുള്ള സന്മനസ് സതീഷ് കാണിച്ചോ? സതീഷ് ചെറിയൊരു പുള്ളിയോട് വലിയ വ്യക്തി താല്പര്യമുണ്ടായി, ഒരു വിരോധമുണ്ടായി. ആ വിരോധം കൊണ്ട് ഒന്ന് ഒതുക്കി. ഇപ്പം എന്ത് പറ്റി സതീഷ? ഇപ്പം പ്രശ്നങ്ങളായില്ലേ? അതാ പറഞ്ഞത് സതീഷ് ഒന്നും ഫിറ്റല്ല എന്ന് പറഞ്ഞത്. സതീശനും കോൺഗ്രസ് ചെയ്യേണ്ടത് അൻവർ പുറത്തിറങ്ങിയപ്പോൾ ഏതായാലും LDF ഇത് പുറത്തിറങ്ങിയപ്പോൾ രണ്ടാമത് ചാൻസ് ഉള്ളത് UDF ആണ്. വേറെ ചാൻസ് കേരളത്തിലില്ല. അപ്പോൾ എന്താ വേണ്ടത്? അൻവർ ചെയ്യേണ്ടിരുന്നത് വിധേയമായിട്ട് UDF വിധേയമായിട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് വിധേയമായിട്ട് അതിൽ ചേരുക. സതീശൻ ചെയ്യേണ്ടതാണ് അതിൽ പുള്ളി ചേർക്കുകയും ചെയ്യുക. ചേർത്തവന് വളയത്തിനുള്ളിലായില്ലേ? ഇത് വളയത്തിനുള്ളിലാക്കാതെ പുറത്തു നിർത്തി സതീശൻ കളിച്ച്. അവർക്കെല്ലാം വലിയ താല്പര്യങ്ങളുണ്ട്. മുഴുവനും നല്ല താല്പര്യമൊന്നുമല്ല, മോശമുള്ള താല്പര്യം ഉണ്ടാക്കുക. ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സതീഷിനും അവിടെ തെറ്റുപറ്റി, അൻവറും തെറ്റുപറ്റി. അല്ലെങ്കിൽ അൻവർ കള്ളലാക്കണ്ടേ, സതീശൻ കള്ളലാക്കണ്ടേ. ഇതിൻ്റെയൊക്കെ ഫലം എന്താ അറിയുമോ? അടുത്ത പ്രാവശ്യം LDF അധികാരത്തിൽ കയറ്റാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നത് LDF നിലനിർത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭരണം കിട്ടാന്നല്ല. ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് വെച്ചാൽ UDF അധികാരത്തിൽ കയറ്റുക, LDF നിലനിർത്തുക, BJP അകലം തടയുക, അല്ലെങ്കിൽ മുന്നേറ്റം തടയുക എന്നുള്ള അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. BJP ഏതെന്ന് പറയാൻ പല ദേശീയ പാർട്ടികൾ, ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയല്ലേ. നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊത്ത് ഉയരാനോ വളരാനോ ഈ കോൺഗ്രസ് നേതാക്കൾ സാധിക്കുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സാധിക്കുന്നില്ല, തങ്ങൾക്ക് സാധിക്കുന്നില്ല, കുഞ്ഞാലക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോ നിമിഷവും UDF വേണ്ടിയാണ് ചിന്തിക്കുന്നത്. കയ്യിൽ തെറ്റ് വെച്ചാൻ പാടില്ല. പക്ഷെ അതൊത്ത് ഉയരാൻ ലീഗ് സാധിക്കുന്നില്ല. സാധിക്കുമെങ്കിൽ നമ്മുടെ ഒക്കെ ഭേദഗതി ബില്ല് പാസ്സാക്കിയപ്പോഴേ ഉടനെ ഒരു ജാഥ കൂട്ടി ആളെ കൂടെ, ഈ ജാഥ കൂട്ടി ആളെ നയിക്കുന്നതൊക്കെ ലക്ഷങ്ങൾ ചെലവിൽ വെറുതെ വരുമോ? ഈ 1 ലക്ഷം 1.5 ലക്ഷം പേര് സംസ്ഥാന വിവിധ ഭാഗത്തു നിന്ന് വെറുതെ പറന്നു വരില്ല. ആയിരക്കണക്കിന് 10,000 ലക്ഷം രൂപ മുടിക്ക് വരണം. അനാവശ്യ ചിലവല്ലേ 5 ലക്ഷം. അത് ഒരാഴ്ച കാത്തിരുന്നെങ്കിൽ കോടതിയിലെ നിയമം അറിഞ്ഞിട്ട് ചെയ്താൽ പോരുന്നോ? നിങ്ങൾ തന്നെ കേസ് കൊടുക്കുന്നുണ്ട്, കപിൽ സിബിലെ കൊടുക്കുന്നത്. ആ കേസ് ഫയൽ വന്നിട്ടില്ലെങ്കിലും അപ്പം നിങ്ങൾ ഒരാഴ്ച കാത്തിരുന്നെങ്കിൽ ആ സമയത്തിന് ആവശ്യമുണ്ടായില്ല. ഇത് വിഭാഗീയമായിട്ട്, അതും ജാതി കളിച്ച്. ഇവിടെ ഒക്കെ ഭേദഗതി ബില്ലിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഹിന്ദു ഉൾപ്പെടെ എല്ലാവരും, ക്രിസ്ത്യൻ സമുദായം മാത്രം കാലുവാരി വഞ്ചന കാണിച്ചെങ്കിലും ബാക്കി എല്ലാവരും അതിന് അനുകൂലം നിൽക്കാന്ന്. എന്നിട്ട് അവരെല്ലാം മാറ്റി നിർത്തി നോക്കൂത്തിയാക്കിക്കൊണ്ട് ഒറ്റക്ക് ലീഗ് പോയി ഒരു സമ്മേളനം വെച്ചില്ലേ? ഞാൻ പറയണം, മാധ്യമം അല്ല എന്താണ് ജമാഅത്ത് ഇസ്ലാമി ഈടെ കീഴിൽ അതൊക്കെ വർഗീയ സംഘടനയാണെന്നേ. അവർക്കത് കാണിക്കാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങളതാണോ? നിങ്ങൾ മുന്നണിയിൽ പ്രബല കക്ഷിയല്ലേ? അതാ നിങ്ങൾ കാണിക്കുന്നത് പണ്ടത്തരുന്നതാണ്. ഇതൊക്കെ സമുദായം വില കൊടുക്കണം. അതാ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുസ്ലിമിൻ്റെ പേര് മാറ്റാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചോ ഒരു കുഴപ്പമില്ല. ഈ മുസ്ലിമിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ വിഡ്ഢിത്തത്തിലും സമുദായം, ഞാൻ ഉൾപ്പെടെ സമുദായം വില പറയണം, ഉത്തരം പറയണം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മുമ്പിലേക്ക് ഉത്തരം വേണ്ട കാര്യം സമുദായത്തിലുണ്ട്. പക്ഷേ നിങ്ങളെ പേര് ഉപയോഗിക്കുന്നതാണ്. അതാണ് കള്ളത്തിരുന്നാണ്. കള്ളത്തിന് അഭ്യാസം കാണിക്കാത്ത കോൺഗ്രസ് ആയാലും കൊള്ളാം, ലീഗ് ആയാലും കൊള്ളാം, സമ്മതിക്കില്ല. ഞങ്ങൾ CPM എതിർക്കും, അല്ലെങ്കിൽ LDF അധികാരത്തിൽ വരാതിരിക്കാൻ നോക്കും, അത് വേറെ കാര്യം. നിങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് LDF തകർക്കാൻ വേണ്ടിയല്ല, LDF നിലനിർത്താൻ വേണ്ടിയാണ്. എത്രയാണ് അവസ്ഥ? ഈ നിലക്ക് ഉരുണ്ട് കളിക്കാതെ അഭ്യാസം കാണിക്കുക, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാന്ന് വിചാരിക്കണം. 50 സീറ്റ് ജയിക്കാനുള്ള 50 സീറ്റ് ഈ സമുദായത്തിൽ കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദൂഷ്യം ചെയ്യും. അതിൻ്റെ കണക്കതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കാൻ പറയാം ലീഗിനോട്. ലീഗ് കുറച്ചുകൂടി ഉയരാൻ പറയാം, മാനസികമായിട്ടും പിന്നെ ഭൗതികമായിട്ടും ബുദ്ധിപരമായിട്ടും. ചെയ്യുന്നെല്ലാം തൊടുന്നെല്ലാം മണ്ടത്തരല്ലേ? ഇപ്പൊ കളി എന്ന് എവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ജോയി നിന്നാൽ
ജയിക്കാൻ സാധ്യത കുറവ്, ജോയി ഇല്ലെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവ്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയില്ലേ ഈ കള്ളന്മാരെ കൂടി. ഈ ഒന്ന് രണ്ട് കോൺഗ്രസ് നേതാക്കളും ഈ അൻവറും കൂടി എന്ത് ചെയ്ത് ഈ സമുദായത്തെയും സമൂഹത്തെയും ഈ UDFിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കിയില്ലേ. വളരെ ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു മണ്ഡലം, നിലമ്പൂർ മണ്ഡലം, അത് തകർത്ത് കളഞ്ഞ് കൺഫ്യൂഷനാക്കി കരിക്കാറ്റി കളഞ്ഞു. ഇപ്പം എന്താണ്, ജോയിയുടെ ചില ചാനലുകൾ അയാൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി എന്തെല്ലാം അയാൾ വർണ്ണിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ജോയി പണം ഓടിക്കേണ്ട ചാനലാണ് അത്. ജോയി തന്നെയാണ് ഇന്ന രക്ഷയുള്ളൂ, ബാക്കി ആരും ഇന്ന രക്ഷയില്ലെന്നൊരു പ്രചരണമാണ്. പിന്നെ ഇയാള് അല്ലെങ്കിൽ LDFിലേക്ക് പോകും, അപ്പോൾ ചാരന പടിയല്ലേ, അങ്ങനെ അയാൾ ഒതുക്കാൻ നോക്കുകയാണ് ഒരു വിഭാഗം. ഇവിടെ എന്താണ്, ആര്യാടൻ മുഹമ്മദിന് മകൻ വന്നപ്പോൾ മാത്രം ഈ കോൺഗ്രസ് രണ്ടൂന്ന് ഗ്രൂപ്പ് വന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ വന്നപ്പോൾ കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് ഉണ്ടായില്ലല്ലോ, ഒറ്റ ഗ്രൂപ്പ് ഉണ്ടായുള്ളൂ. ഈ പറഞ്ഞ കാർത്തികയുടെ മകൻ വന്നപ്പോൾ ഒരു ഗ്രൂപ്പേ ഉണ്ടായുള്ളൂ. അങ്ങനെ വേറെ എല്ലാം വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിട്ടുള്ളൂ. ഈ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ വരുമ്പോൾ അതാണ് കോൺഗ്രസ് തെമ്മാടിത്തരം. അത് ഇനി സമ്മതിക്കില്ല. അല്ലെങ്കിൽ MS ഷാനവാസ് ജയിച്ചപ്പോൾ അയാളുടെ പകരം അയാളുടെ മകൾക്കല്ലേ കൊടുക്കണ്ടേ. അത് എന്ത് ചെയ്തു, മകളുടെ കരലെടുത്ത് ഷാനവാസിന് കൊടുത്ത്. അത് മകളും രക്ഷപ്പെട്ടില്ല, ഷാനവാസും രക്ഷപ്പെട്ടില്ല. ആ കാരണോട് പിന്നെ സീറ്റ് കൊടുക്കാതിരിക്കുമല്ലോ. ഓപ്പറേഷൻ കാറിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് പിന്നെ അതിന് കൊടുക്കുക. പകരം ഞാൻ സംസാരിച്ച മരുമകൻ ഇത് IAS കാരാണല്ലോ, പുള്ളിയോ എനിക്ക് ഇനി ഒരു 2-3 വർഷം കൂടി ചാൻസ് ഉണ്ട്, ഞാൻ ചീഫ് സെക്രട്ടറി സാധ്യതയുള്ളൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവസാനം രാഹുൽ ഗാന്ധി വരികയും ചെയ്തത്. ഇത് രണ്ടാമത് പ്രിയങ്ക വന്നത്. ഇത് വേണം നിങ്ങളെ സമുദായത്തിൽ കൊടുക്കേണ്ടത്. മറ്റെല്ലാ സമുദായങ്ങളും കിട്ടുന്ന പോലെ അവർക്ക് ആനുപാതികമായിട്ട് കിട്ടണം, കൊടുത്തേ തീരുന്നേ. നിങ്ങൾ നക്കപ്പിച്ച 1-2 സീറ്റ് കൊടുത്തിട്ട് നിൽക്കണ്ട. ഇപ്പം ഏതാണ്, പാലക്കാട് മുതൽ കണ്ണൂർ വരെ കാസർഗോഡ് വരെ 65 മണ്ഡലങ്ങളിൽ ആകെ 2 സീറ്റ് ഉണ്ടായി. അതൊന്ന് പാലക്കാട് ഇപ്പോൾ കൊണ്ട് ഇയാൾക്ക് കൊടുക്കും. പാലക്കാട് ചാൻസ് അത് നിങ്ങൾ കൊണ്ട് നായർ പാർട്ടി കൊടുത്തില്ലേ. ഇനി നിങ്ങൾ എവിടെ കൊടുക്കും 50 സീറ്റ്? അതിന് ആ മറ്റേ മഹാനുണ്ടല്ലോ, ഇത് മഹാൻ ഷാഫി പറമ്പിൽ മഹാൻ, നിരീശ്വരവാദിയായിട്ട് പ്രവർത്തിക്കുന്ന അയാളൊരു കൂട്ടുനിന്ന് അയാൾ വേറെ ആൾ കൊടുക്കില്ല. ഒരു കാക്കാക്കോട് കൊടുത്താൽ എനിക്ക് പേരുദോഷം വരും, എന്നോട് കാക്കോട് നായർക്കോട് എവിടെയോ കിടന്ന് നായർക്കോട് കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇനി എവിടെ നിങ്ങൾ 50 സീറ്റ് ഷാഫി പറമ്പിൽ ചോദിക്കാതെ തൻ്റെ കാര്യം നടന്നു. ഓക്കെ, നിങ്ങൾ ഈ 50 സീറ്റ് ഈ സമുദായത്തിൽ എവിടെ കൊടുക്കും? ഷാഫി പറമ്പിൽ പാലക്കാട് കൊണ്ടു കൊടുത്തു, ഇനി അയാൾ മാറുകൊടുന്നു. ഇപ്പം നിലമ്പൂർ ജോയി കൊടുത്ത്, പിന്നെ അടുത്തോളം ജോയി മാറുമോ? പിന്നെ എവിടെ കൊടുക്കൂടോ ഷാഫി? നിങ്ങൾ മുസ്ലിമിൻ്റെ പേരിലാണ് പോകുന്നത്, നിങ്ങളുടെ കെയർ ഓഫിലാണ് നിങ്ങൾ പോകുന്നത്. അല്ല നിങ്ങളുടെ പാപ്പാട് സ്വത്തോ അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല, മുസ്ലിം സമുദായത്തിൽ കിട്ടേണ്ട ഒരേ ഒരു ചാൻസാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഏതാണ്ട് റിസർവേഷൻ പോലെ സെമി റിസർവേഷനാണ്, അംഗീകരിച്ചില്ലെങ്കിലും അത് കിട്ടിയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് എന്താ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടോ? യുക്തിവാദി നിരീശ്വരവാദി ചെയ്യും പോലെ ദൃഢപ്രതിജ്ഞ. കുഞ്ഞാക്ക മിണ്ടിയില്ല, തങ്ങൾ മിണ്ടിയില്ല. ഒരു തൊപ്പി വെച്ച് നടക്കുന്ന ഒരു നേതാവുണ്ട് മുസ്ലിം ലീഗിൻ്റെ, വലിയ വിദ്യാഭ്യാസ വിദഗ്ധൻ, അവിടെ മിണ്ടിയില്ല. എന്തോടെ കാക്ക നിങ്ങൾ എന്താ അവിടെ ഇത് നിരീശ്വരവാദി ചെയ്യും പോലെ ദൃഢപ്രതിജ്ഞ ചോദിച്ചോ അത് ചിന്തിച്ചോ? ഞങ്ങൾക്കിതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നു. കാരണം ഞങ്ങൾ ഈ സമുദായപ്പെട്ടുപോയി. ഈ സമുദായപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ലോകനീതി എന്നുള്ളത് സാമൂഹ്യ നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസാണ്. അപ്പോൾ എല്ലാവർക്കും നീ ലഭിക്കണം. മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിച്ചാൽ പോരാ, ക്രിസ്ത്യൻസിൽ ഹിന്ദുവിനും എല്ലാവർക്കും ലഭിക്കണം. ആ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയും കോൺഗ്രസ് നേതാക്കൾ കൂടെ നിന്ന് ഒരു MLA കിട്ടി, ഹരിവേകൾ ഒരു വന്ധ്യം കിട്ടി, എല്ലാ കാര്യം ക്ലിയർ, എൻ്റെ കുടുംബത്തെ ക്ലിയർ. അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഓ മാൻ യു ആർ എ സ്ലേവ്, ഓ മാൻ യു വാണ്ട് മണി. അല്ലയോ മനുഷ്യൻ നിങ്ങൾ അടിമയാണ്, അല്ലയോ മനുഷ്യൻ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നു. അല്ല പണം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ടാവാം, ഞങ്ങളതിൽ പെട്ടതല്ല. ഞങ്ങൾക്ക് വലുത് സാമൂഹ്യ നീതിയാണ്, സമൂഹത്തിന് നീതി ലഭിക്കുക. ആ നീതി ലഭിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഈക്വലായിട്ട് ലഭിക്കണം. അതിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ ബാക്കി പ്രസ്ഥാനമല്ല, മൊയ്തീൻ ഷായുമല്ല, ഇതുമല്ല. ഷാഫി പറമ്പിൽ നിരീശ്വരവാദിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ദൃഢപ്രതിജ്ഞ ചെയ്തതുപോലെയല്ല. ഞങ്ങൾ അങ്ങനെ നിരീശ്വരവാദിയല്ല, ഞങ്ങൾ ഈശ്വര വിശ്വാസം തന്നെയാണ്. പക്ഷേ ഈശ്വര വിശ്വാസം തന്നെയാണെങ്കിൽ തന്നെയും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന പ്രസ്ഥാനമല്ല. ഞാനുമല്ല, എൻ്റെ പ്രസ്ഥാനം അങ്ങനെയില്ല. പക്ഷെ നീതി എല്ലാവർക്കും കിട്ടണം, ഇത് കിട്ടുന്നില്ല. അത് ഒരു കാര്യം കൂടി പറയാൻ നിർത്താം. ഒന്ന്, നമ്മുടെ അമിത്ഷാ പറഞ്ഞറിയോ, ഭീകരവാദികൾക്കും രാജ്യദ്രോഹികൾക്കും കണ്ടാൽ അപ്പം തന്നെ എത്തിയിട്ട് വെടിവെച്ച് കൊല്ലും. എന്താണ് മോഡിജി പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു.
നല്ല കാര്യം, അത് സംശയമില്ല. ദേശദ്രോഹികളോ അല്ലെങ്കിൽ വിഘടനവാദികളൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലണം, ഒരു സംശയമില്ല. പക്ഷേ അമിത്ഷാജി, മോഡിജി ഇപ്പോൾ ഒക്കബില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. മുസ്ലിം പെണ്ണുങ്ങൾക്ക് മുസ്ലിം വിധവകൾ ഒക്കപ്പായിട്ട് എന്താണ് ബന്ധം സ്വാമി മോഡിജി? പിന്നെ മുസ്ലിങ്ങൾ അതും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ടയർ ഒട്ടിക്കുന്നത്, പഞ്ചറൊട്ടി ജീവിക്കുന്നത്. അതൊക്കെ കളിയാക്കിയിരിക്കും അവർ പല കാരണമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റിൽ 100ഓളം എം പിമാരുടെ സ്ഥലത്ത് ഈ കോൺഗ്രസ് ഭരിച്ച് വെച്ച് ഇപ്പോൾ ഒരു ഡെസ്റ്റാക്കില്ലേ. ഇപ്പോൾ BJP വന്നപ്പോൾ വീണ്ടും ഒരു ഡെസ്റ്റ് തന്നെ നിൽക്കുകയാണ്. അതങ്ങനെ കൊതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഒറ്റുകൊടുത്ത രാജ്യത്തെ രഹസ്യങ്ങൾ പാകിസ്ഥാനും വിദേശ രാജ്യം ചോർത്തി കൊടുത്ത ഒരു 10, 20, 50, 60, 100 പേരോളം കിട്ടിയിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ വെടിവെച്ചോന്നോ? ഇല്ല. അതെല്ലാം സംഘപരിവാരോ അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. പറയുമ്പോൾ എന്താണ്, രാജ്യദ്രോഹികളെ വെടിവെച്ച് കൊല്ലണം. ഇപ്പോൾ എൻകൗണ്ടറിൽ കർണാടകയിൽ ഇന്നലെ 5 വയസ്സുകാരെ പെൺകുട്ടിയെ എന്തോ ബലാത്സംഗത്തിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്നാൽ അഭിമാനിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അങ്ങോട്ട് നിയമം നടപ്പാക്കാൻ പിന്നെ കോടിയുടെ ആവശ്യമില്ല. അത് ചെയ്തോ ഇല്ലയോ, ശരിയാണോ തെറ്റാണോ, പറഞ്ഞു കേട്ടാണോ? ഇപ്പോൾ ശത്രുതയുടെ പേരിൽ എത്ര പെൺകേസ് വരുന്നത്. ഇന്നിപ്പോൾ ഒരു അധ്യാപകൻ്റെ പേരിൽ പെൺകുട്ടി പരാതിപ്പെട്ടു. 7 വർഷം പറയാണ് ആ പെൺകുട്ടി പറയണത്, അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണെന്ന്. 7 വർഷം ജയിലിൽ കിടന്ന് മാറുമോ? ഇന്നാളൊരുത്തെ കാമുകി വേറെ ഭാര്യ കാമുകിനോട് ഒളിച്ചോടിപ്പോയി. അയാളെ ജയിലിലിട്ടേക്കാണ്. നോക്കിപ്പോണ്ട് 7-8 വർഷം കഴിപ്പോണ്ടല്ലോ ഈ കാമുകൻ്റെ കൂടെ ഈ ഭാര്യ ഭക്ഷണം കഴിക്കുന്നത്, അത് പിടിച്ച്. ഇതാണ് നീതി. ഇന്ത്യയിൽ ചൈനയിൽ 10-40 വർഷം ജയിലിൽ കിടന്ന് തൂക്കിക്കൊന്ന ആളുണ്ടല്ലോ. അവസാനം വേണ്ട അയാൾക്ക് നിരപരാധിയാണെന്ന്. തൂക്കിക്കൊന്ന ആൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് സംഗതി. അപ്പോൾ എൻകൗണ്ടറിൽ കൊല്ല എന്നുള്ളത് ന്യായമല്ലെന്നേ. തെറ്റിയിരുന്നെങ്കിൽ ശിക്ഷിക്കണ സംശയമില്ല. അതൊക്കെയാണ് സംഘടന പോലുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പോക്ക് നിലമ്പൂർ ഉൾപ്പെടെ ഇപ്പോഴും ഒരു വ്യക്തതയില്ല കാര്യങ്ങൾക്ക്. ഒന്നാമത് അറിയില്ല. ഇപ്പം സുധാകരൻ്റെ സമുദായത്തിൽ നിന്ന്, ഈഴ വിഭാഗത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല 100 വോട്ട് ഇതിൽ 1 വോട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ മുല്ലപ്പള്ളിയുടെ അല്ലെങ്കിൽ VM സുധീറിൻ്റെ. അവരൊക്കെ കൊണ്ടുവന്നപ്പോൾ രംഗത്ത് എടുത്താണ്. അവർ രംഗത്ത് വരുത്തിക്കോ, 60, 70, 80 പൈസ വരുത്തിക്കോ. പക്ഷേ അവരോട് പറയണം, നിങ്ങളുടെ സമുദായത്തിൽ 50% വോട്ടെങ്കിലും UDF കിട്ടണം. വെറുതെ പറഞ്ഞാൽ പലരെ അത് തെളിയിക്കണം. അത് വോട്ടിംഗ് ലിസ്റ്റ് നോക്കി വോട്ട് കിട്ടിക്കും അറിയാൻ പറ്റും. 50%. ഇതിപ്പോൾ 1% കിട്ടുന്നത്. 100 ഈഴവരുണ്ടെങ്കിൽ 1 ഈഴവൻ്റെ വോട്ടാണ് UDF കിട്ടുന്നത്. വലിയ പൊങ്ങച്ചം പറഞ്ഞ സതീശനൊക്കെ. ഈ സുധാകരൻ പറയുന്നറിയോ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമെന്ന് പറയുന്നത്. പോകട്ടെന്നേ. പകൽ ഒരു കാല് ഇവിടെ ഒരു കാലം മരുന്ന് നിൽക്കുന്ന അങ്ങനെ കോൺഗ്രസ് ഏത് നേതാക്കളും പോട്ടെ. ബാക്കി കുറേ പേരുണ്ടെങ്കിൽ അവർ മാന്യന്മാരാണെങ്കിൽ അവർ മതിയല്ലോ, അത് മതി. അച്ചടക്കമില്ലാത്ത 10,000 ആൾക്ക് നല്ല അച്ചടക്കം 100 പേരാണ്. അതാണ് പട്ടാളത്തിൽ വിജയിക്കുന്നത്. പബ്ലിക് 10,000 1000 പട്ടാളം വിജയിക്കുന്നത് അവർ അച്ചടക്കമുള്ള ടീമാണ് പട്ടാളം, അല്ലെങ്കിൽ പോലീസൊക്കെ. അതുപോലെയാണ് സുധാകരനൊക്കെ തോന്നുന്നു അഭിപ്രായം മറന്ന വരുന്നവർക്ക് മാറാൻ പറ്റില്ല. തന്നെ നിൽക്കാൻ പറ്റില്ല, ശബ്ദിക്കാൻ പറ്റില്ല. ഇനി എന്നടോ സതീശ പിന്നെ നിങ്ങൾ ഇതിനെ ശരിയാക്കി എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ആലുവയിലും എറണാകുളത്തൊക്കെ കളമശ്ശേരിയിലൊക്കെ 2 സീറ്റ് ഉറപ്പാക്കുന്നതുകൊണ്ട് നിങ്ങൾ കേരളം ഭരിക്കാൻ നോക്കാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാകാൻ ചോദിക്കുകയാണ്. 40% വരുന്ന ഈ സമുദായത്തിനുണ്ടല്ലോ, അവർക്ക് മാന്യമായ അംഗീകാരം കൊടുത്ത് ഉത്തരവാദിത്വം കൊടുത്ത് രംഗത്ത് കൊണ്ടുവന്ന് ഉയർത്തി വളർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുറുക്ക് ബുദ്ധിയൊന്നും നടപ്പാവില്ല. നിങ്ങളുടെ കുറുക്ക് ബുദ്ധിയൊക്കെ പലതും ഞങ്ങളുടെ ഫയലിൽ കിടപ്പുണ്ട്. അതും പുറത്ത് പറയിപ്പിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന ഈ ഒരു MLA സീറ്റ് ആട്ടി അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് സീറ്റ് കൊടുക്കും ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് വേണ്ട സാമൂഹ്യ നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസ്. നീതി വേണം എല്ലാവരും, എവരിവൺ, എല്ലാവർക്കും നീതി ലഭിക്കണം. അവിടെ ദളിതിനും വേണം, ക്രിസ്ത്യാനിക്കും വേണ്ടൊക്കെ വേണം, അല്ല മുസ്ലിങ്ങൾക്ക് മാത്രം പോരാ. അതുപോലെ ഇന്നിപ്പോൾ പിന്നെ പറയുന്ന കാര്യമുണ്ടല്ലോ, ഏതൊരു സംഘപരിവാറിൻ്റെ ആള് പേരൊക്കെ വിട്ടു ചെയ്തവരെ പറയാണ്, ഹിന്ദു അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൽ എന്താണ് അങ്ങനെ കിട്ടുമോ? മുസ്ലിം സമുദായം എവിടെയും നോക്കിക്കഴിഞ്ഞാൽ അത് വഖഫാണ്. ഏടോ എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? അങ്ങനെ രേഖയില്ലാതെ കൊടുത്തു. 100, 300, 400 വർഷം അന്ന് രേഖയില്ല. അന്ന് വാക്കാൽ ശരിയാണ്.
അതാണ് പിന്നെ യൂസേഴ്സ്, അതായത് വഖഫ് ബൈ യൂസേഴ്സ് ഉണ്ട്. ഇന്ന് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വഖഫ് വസ്തുക്കളും അങ്ങനെ നിൽക്കുന്നതാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഈ എഴുത്ത് ഭാഷ വന്ന അല്ലെങ്കിൽ നിയമം വന്നതിന് ശേഷം, ഈ നിയമമൊക്കെ വന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അല്ലെങ്കിൽ 10-100 വർഷമേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രേഖയില്ലാതെ ഇന്ന ഭൂമി ഒക്കപ്പ് എന്ന് പറഞ്ഞാൽ ആവില്ല. അത് രേഖ സഹിതം വ്യക്തമായിട്ട് കൊടുക്കണം. അതിൽ യാതൊരു അവകാശം ഉണ്ടാകുകയും പാടില്ല, തർക്കം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള വസ്തു മാത്രമേ കൊടുക്കാവുള്ളൂ. അതിൽ വെറുതെ കാണിച്ചു കൊടുത്തത് അത് ഒക്കപ്പാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തെമ്മാടിത്തരാണത്. അങ്ങനൊന്നും നിയമമില്ല. ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ് 4 അക്ഷരങ്ങളുടെ പറഞ്ഞ്, ഇന്നിപ്പോൾ വേറെ ആൾ കോൺഗ്രസിൻ്റെ അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയം ജില്ലാ മെമ്പർ പറഞ്ഞല്ലോ, ഒക്കെ അതൊരു നെറുകെട്ട നിയമമാണ്. അവരൊക്കെ കംപ്ലീറ്റ് എഴുതില്ല, മുഷി സമ്മതം എഴുതിച്ചില്ലേ കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവർക്ക് വോട്ട് കിട്ടില്ല എന്നൊരു മനസ്സിലായി. അത് പറയാവുന്നല്ലോ. പരമാവധി ദ്രോഹം ഉണ്ടാക്കിയിട്ട് മുഷി സമുദായത്തെ ഒതുക്കിക്കളയാൻ നോക്കുന്നത്. അതൊന്നും വേണ്ട, അതൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടില്ല. CPM അത് നിങ്ങൾ കേട്ടില്ല. അയാൾ പറഞ്ഞ ചാനൽ ചർച്ചയിൽ വരുന്ന ആളാണ്. അയാൾ പേരൊക്കെ ഓർക്കല്ലേ, എല്ലാവരും പറഞ്ഞു. അയാൾ പറഞ്ഞു ഒക്കെ നീ ഒരു വൃത്തിയാണ് നിയമം. അത് ഇന്ന് ചർച്ചയിൽ വേറൊരുത്തൻ ചോദിച്ച്, അപ്പോൾ അയാൾ സമ്മതിച്ചത് ഞാൻ പറഞ്ഞു. വഖഫ് എന്ന് പറഞ്ഞാൽ രേഖാമൂലം കൊടുക്കണം. രേഖാമൂലം കൊടുക്കുന്നത് പണ്ട് കാലത്ത് ഈ രേഖയൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായത്. അന്നൊക്കെയാണ് വാക്കാൽ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അറിവിൽ 2 മൊഴിയാണുള്ളത്, വരമൊഴിയും വാമൊഴിയും. പണ്ട് കാലത്ത് വാമൊഴിയാണ്, വാക്ക് പറഞ്ഞാൽ മതി. ഞാനത് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില. പക്ഷെ വരമൊഴി എന്ന് പറഞ്ഞാൽ അക്ഷരരൂപം വന്നിട്ട് അധികം കാലമായിട്ടില്ല. അക്ഷരരൂപം വന്നുകൂടി വാമൊഴിക്ക് അർത്ഥമില്ലാതെ, വിലയില്ലാതെ. ഇപ്പം വരമൊഴിക്ക് അർത്ഥമുള്ളൂ. അപ്പോൾ വരമൊഴി വേണം. പക്ഷെ വരമൊഴി ഇല്ലാത്തൊരു കാലം ഉണ്ടായത് ഇന്ത്യയിലെ, ലോകത്ത്, കേരളത്തിൽ. അത് നിങ്ങൾ മണ്ടന്മാരെ മനസ്സിലാക്കണം. ആ വരമൊഴി ഇല്ലാത്ത കാലത്താണ് വാമൊഴി. അന്നത്തെ മാത്രമാണ്, 100-200 വർഷം മുമ്പൊക്കെയാണിത്. അതിനുശേഷം എഴുത്ത് ഭാഷ വന്ന് നിയമം വന്നുകൂടി ശരിക്കും എഴുതി കൊടുക്കണം. വെറുതെ രേഖാമൂലം കൊടുക്കണം. ആദാ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കണം. ഒക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ. എന്നിട്ട് അവനൊക്കെ പറയുന്നല്ലോ, ആ കാണുന്നെല്ലാം ഓരോങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. പണ്ട് ജയിലിലേക്ക് യാത്ര പോകുമ്പോഴേ ഒരു ഇഷ്ടപ്പെട്ട വസ്തു കൊണ്ടാണല്ലോ അവർ ചെന്നൊരു വില പറയും. വില പറഞ്ഞ് എടുത്തില്ലെങ്കിൽ അത് പിടിച്ചെടുക്കും. അങ്ങനെ കാലോട്ടായത്. അതുപോലെ നിങ്ങൾ വഖഫ് കൊടുക്കില്ല. ശുദ്ധമായ ആധാരമായിരിക്കണം, യാതൊരു കളങ്കമില്ലായിരിക്കണം, യാതൊരു തർക്കം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള വസ്തുക്കൾ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ സമുദായത്തെ പേരിൽ കുതിര കയറുന്നത്. ഇനി ഏതായാലും കയറട്ടെ. ഇനി അങ്ങനെ കയറണ്ട. ഇനി ചോദിക്കാനും പറയാനൊക്കെ ഈ സമുദായത്തിന് ആളുണ്ട്, ഗ്രൂപ്പുണ്ട്, ബുദ്ധിയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.